ഹലോ, വെൽക്കം ടു വാച്ച് സ്റ്റോറി. ഇത് വ്യക്തിയാണ്. ഇത് നമ്മൾ ഇവിടെ ഒരു സൺഫ്ലവർ ഫാമിൽ വന്നേക്കാണ്. പണ്ട് ഞാനൊരു ട്യൂലിപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ട്യൂലിപ്പ് ഫാമിൽ വന്നത് അതേ സ്ഥലത്ത് തന്നെയാണ്. വൺ സൈഡ് ഫാംസ് വന്നിട്ട് അടുത്തൊരു സ്ഥലം ഫുൾ സൺഫ്ലവേഴ്സ് ആണ്. ആസ് യു ക്യാൻ സീ. വാ വാ എന്നോട് വാ. എൻ്റെ നീസ് കൊണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നേക്കാണ്. അത് കാരണം വീഡിയോ അധികം എടുക്കുന്നില്ല, കുറച്ചൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് സെയിം വ്യൂ തന്നെ കണ്ട് ബോറടിക്കുന്ന ഉള്ളതുകൊണ്ടും നമ്മൾ ചെറിയ വീഡിയോ ഒക്കെയാണ് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇത് വെർജീനിയയിലെ നോക്സ്വിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നോക്സ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസ് വില്യം കൗണ്ടിയിലെ ഗെയിൻസ്വിൽ മനാസസിനൊക്കെ അടുത്ത് വരും. ഇവരുടെ സ്പ്രിങ്ങിലെ ട്യൂലിപ്പ് ഫെസ്റ്റിവലിനും പിന്നെ ഈ സമ്മറിലെ സൺഫ്ലവർ ഫെസ്റ്റിവലിനുമാണ് ഫേമസ്. ഇവിടെ എൻട്രൻസിൽ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് ഇവര് ബാസ്ക്കറ്റുകളും കട്ട് ചെയ്യാനുള്ള ഷിയേഴ്സ്, ലോപ്പേഴ്സ് എന്നാണ് പറയുന്നത്, അതും ഒക്കെ വെച്ചിട്ടുണ്ട്. കൊടയും ഉണ്ട് ഇൻ കേസ് വെയിലുണ്ടെങ്കിൽ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ട്രാക്ടറും ഉണ്ട്. ഇടയ്ക്കൊക്കെ കുറെ ബെഞ്ചുകളും വെച്ചിട്ടുണ്ട് നമുക്ക് ഇരിക്കാനായിട്ടും ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ട്. ദിസ് ഇസ് ദ ലാർജസ്റ്റ് പിക്ക് യുവർ ഓൺ ഫ്ലവർ ഫെസ്റ്റിവൽ ഇൻ വെർജീനിയ. ട്യൂലിപ്പ് നമ്മൾ പണ്ട് കണ്ടില്ലേ, അതൊരു 15-20 ഏക്കർ സ്ഥലത്തേ ഉള്ളൂ. വേറെ സൺഫ്ലവേഴ്സ് ഇവിടെ 70 ഏക്കേഴ്സിലാണ് ഒരു നട്ടേക്കുന്ന സൺഫ്ലവേഴ്സ് കേട്ടോ. നമ്മൾ പോയ ദിവസം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. മോർണിംഗ് ഒരു 8-8:15 സമയത്താണ് ഞങ്ങൾ എത്തിയത്. അത് കാരണം വെയിൽ അത്ര ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു, ചൂടും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവർ ഇവിടെ ഗ്രോ ചെയ്യുന്ന വെറൈറ്റീസ് ഓഫ് സൺഫ്ലവേഴ്സ്. ഇതിൽ ഞങ്ങൾ ആ ജോക്കർ എന്ന് പറഞ്ഞതും വൈറ്റ് നൈറ്റ് 1-2 കണ്ടു, പക്ഷെ ആദ്യം കണ്ടില്ല. ജിപ്സി ചാമർ ഇതും 3 അത്ര അധികം കണ്ടില്ല. എനിക്ക് തോന്നുന്നു അടുത്ത ബാച്ച് ബ്ലൂം ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും ഇതൊക്കെ കൂടുതൽ ഉണ്ടാവാൻ തോന്നുന്നു. ബാക്കിയെല്ലാ വെറൈറ്റി നിറച്ച് പൂത്ത് വെക്കുന്നുണ്ടായിരുന്നു. അവർ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കടയുടെ അടുത്ത് വെച്ച് വെട്ട്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ നീളം കുറയ്ക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. ഇവര് ഉച്ചയ്ക്കൊക്കെ ക്ലോസ്ഡ് ആണ്. 12 മണി വരെ ഉള്ളൂ രാവിലത്തെ സെഷൻ. അത് കഴിഞ്ഞിട്ട് ഇവര് വൈകുന്നേരം 4 മണിക്കാണ് തുറക്കുക. 4 മണി ടു സൺസെറ്റ് ആണ് അവരുടെ ടൈം. ഉച്ചയ്ക്ക് തുറക്കുകയില്ല ചൂട് കാരണം. നല്ല ഭംഗിയാണ്. ആസ് ഐ സെഡ്, പകുതി സൺഫ്ലവേഴ്സ് ഒന്നും വിരിഞ്ഞിട്ടില്ല. ബിക്കോസ് ദിസ് ഫെസ്റ്റിവൽ ഓപ്പൺഡ് ഓൺ July 12th ആൻഡ് റൺസ് ടിൽ എൻഡ് ഓഫ് ഓഗസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പം ആ സമയം വരെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ബാച്ചായിട്ട് റെഡിയാക്കിയേക്കുന്നത്. ഈ ഫാം ഒരു ഫാമിലി നടത്തുന്നതാണ്. ഒരു സ്ത്രീയും അവരുടെ മകനും മകന്റെ ഭാര്യയാണ് നടത്തുന്നത്. ഇവരുടെ ഈ സ്പ്രിങ് ഡിസ്പ്ലേ ഉണ്ടല്ലോ ട്യൂലിപ്പിന്റെ, അതൊരു ആക്സിഡന്റ് ആയിരുന്നു. ഇവര് ജനറേഷൻസ് ആയിട്ട് ഫാമേഴ്സ് ആണ്. ഇവര് ഗാർഡൻ സെന്ററിനും ഗ്രോസറി സ്റ്റോറുകൾക്കൊക്കെ വേണ്ടി കട്ട് ഫ്ലവേഴ്സ് ഒക്കെ ഗ്രോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു, ഫ്ലോറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട്. അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു ലോക്കൽ ബൾബ് സപ്ലയർ, ബൾബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടി ട്യൂലിപ്പ് അങ്ങനത്തെ ബൾബ് ഉണ്ടല്ലോ, ഹി വെന്റ് ഔട്ട് ഓഫ് ബിസിനസ്. എന്നിട്ട് ഇവർക്ക് ഒരു ഡീൽ ഓഫർ ചെയ്തു. 35,000 ട്യൂലിപ്പ് ബൾബ്സിൽ ഭയങ്കര ഡിസ്കൗണ്ട് പ്രൈസിൽ. ഇവർ എന്നിട്ട് ഈ 35,000 ട്യൂലിപ്പ് ബൾബ്സ് ഒരു 1/2 ഏക്കർ സ്ഥലത്ത് നട്ടു. അത് ഭയങ്കര സക്സസ്ഫുൾ ആയി. അങ്ങനെ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത്. ഈ ഏരിയയിൽ മുഴുവനും സീനിയാണ്, പക്ഷെ അധികം അത്ര അങ്ങ് സീനിയ വന്നിട്ടില്ല. ഡ്വാഫ് സീനിയ കണ്ട, മുഴുവൻ സീനിയ. അത് ദൂരത്തില്ല സൺഫ്ലവർ ഉണ്ട്, കാണുന്നുണ്ടോ അറിയില്ല. കണ്ട, ഇവിടെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ട്. കുറച്ച് നേരം കളിക്കാം. ഇനിയാകൾ നല്ല ഭംഗിയുണ്ട്. ഈ ഡ്വാഫായ കാരണം മോയിന്ന് കാണാൻ പറ്റില്ല. നിറച്ച് പോളിനേറ്റേഴ്സാണ്. ഈ സൈഡിൽ മുഴുവനും ഓറഞ്ച്, റെഡ്, മഞ്ഞ സീനിയുള്ള. മറ്റേടത്തൊക്കെ പിങ്ക്, മഞ്ഞ ആയിരുന്നു മേജോറിറ്റി. ചുമപ്പടക്കുണ്ടായിരുന്നു, പക്ഷെ ഇത് മുഴുവൻ ഓറഞ്ച്, മഞ്ഞ. നല്ല ഹ്യൂമിഡാണ്, ഭയങ്കര ചൂട് കുറവാണ്. നാട്ടിലെ പോലത്തെ കാലാവസ്ഥയാണ്. എന്നാൽ അവിടെയും സൺഫ്ലവർ പീസ് ഉണ്ട്. ആ സൺഫ്ലവേഴ്സ് ഒന്നും കട്ടിങ്ങിന് കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. കാണാനേ വാസിലധികം നാൾ നിൽക്കില്ല, വാസ് ലൈഫ് കുറവാണ്. എന്താ അതൊക്കെ സൺഫ്ലവർ ആട്ടം കാണുന്നതൊക്കെ. മഞ്ഞക്കളർ കാണുന്നില്ലേ, മോനോട് ഇരിക്കുന്നുണ്ട്. ഈ ഫീൽഡുകൾ കോസ്മോസിൻ്റെ ഫീൽഡാണ്, പക്ഷേ അതിലധികം പൂവില്ല. ഭൂമിയിൽ കാണിച്ചാട്ടോ മണ്ണൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുന്നില്ലേ, അതിൻ്റെ ഉള്ളായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയുടെ ക്ലോസപ്പ്. അത്ര വലിയ കാര്യമായ സംഭവങ്ങളൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. എൻ്റെ ചിറ്റയും ചിറ്റയുടെ മോനും അവൻ്റെ മോളുമാണത്. ചിറ്റ ശരിക്കും അമ്മയെ പോലെ ഇല്ലേ കാണാനായിട്ട്. ഈ സീനിയൊക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഞങ്ങൾ ചോദിച്ചില്ല.
ചിലപ്പോൾ പറ്റുമായിരിക്കും. ചില ആൾക്കാരൊക്കെ കോസ്മോസും സീനിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഏരിയയിൽ ഉണ്ടെങ്കിൽ ദിസ് ഇസ് ഡെഫിനറ്റ്ലി വർത്ത് എ വിസിറ്റ്. അതെ, ഇത് മുഴുവൻ മഞ്ഞ് ചുമപ്പാണ് സീനുകൾ. ഒരു അവിടെ മുഴുവൻ ചുമപ്പാ. ഇടയ്ക്ക് നമ്മളിവിടെ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ടിഷ്യൂ റാപ്പ് ചെയ്തിട്ട് നനച്ച് വെക്കുക, ഇത് വാടാണ്ടിരിക്കാനായിട്ട് കാർഡ് വയ്ക്കുമ്പോൾ. ആദ്യം നമ്മളൊന്ന് ആ ബക്കറ്റിലേക്ക് നോക്കി, എന്നിട്ട് ടിഷ്യൂ വെച്ച് റാപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നിടത്ത് ഇവർക്ക് പ്രെപ്പിംഗ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നമ്മൾക്ക് ഷിയേഴ്സ് ഒക്കെ ഉണ്ട്. ഈ സ്റ്റെംസിൻ്റെ ഹൈറ്റ് നമുക്ക് ആവശ്യമുള്ളത്ര രീതിയിൽ കട്ട് ചെയ്യാനും റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെക്കാനൊക്കെ ആയിട്ട്. ഭയങ്കര ചൂടാണ്, വേർത്തൊലിക്കുകയാണ്. ഒരു ടിക്കറ്റിന് 3 സൺഫ്ലവർ ഫ്രീ ആണ്. അപ്പം നമ്മൾ 5 ടിക്കറ്റിനായിരുന്നു 20 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വാങ്ങണമെങ്കിൽ $150 ആണ്, $1.50. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.